എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു ഇത്തയുണ്ടല്ലോ, അവരുടെ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ രേണു സുധിക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വോയിസ് കോൾ ആയിരുന്നു അവരുടെ ആ ഒരു ചാനലിലൂടെ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു, ഇത് കുറേ നാളായിട്ട് പറയുന്നുണ്ട്, ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ കുറേ നാളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു പുള്ളിക്കാരത്തേക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മളൊക്കെ കരുതിയത്, ഞാൻ എൻ്റെ കാര്യം പറയാം, ഒരുപക്ഷെ അത് ഈ പറയുന്ന ഇത്ത അവർക്ക് ഇവരോടുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പോയതായിരിക്കാം എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനൊക്കെ വിപരീതമായിട്ട് ഒരു വോയിസ് കോളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു വോയിസ് കോൾ ഉണ്ടല്ലോ, അത് ആരുടേതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം പുറത്ത് വിടുന്നില്ല. കാരണം ആ ഒരു വോയിസ് കോളിൻ്റെ ഉടമയ്ക്ക് ഒരു തരത്തിൽപ്പെട്ട ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. ചേച്ചി പറയുന്നത് വളരെ സത്യമാണ്. ചേച്ചി ഇത് വോയിസ് കേൾക്കുമെങ്കിൽ അത് ഓക്കെ, ചേച്ചി എടുത്ത് പബ്ലിക് ചെയ്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ്. ഇവിടെ നടക്കുന്ന ഈ ബാർ, ഡാൻസ്, സ്പാ, ഇതിന്റെയൊക്കെ മറവിൽ വെറും ഗോൾഡ് ബിസിനസ്, മയക്കുമരുന്നും കച്ചവടവും മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 4 വർഷം ഈ സ്പാ ഫീൽഡിൽ ഉണ്ടായിരുന്നു, ഈ ഡാൻസ് ബാറിൽ ഉണ്ടായിരുന്ന എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിതിനെക്കുറിച്ച് വളരെ പച്ചവെള്ളം പോലെ അറിയാം. നമ്മളൊക്കെ ഇതിൽ ഇവന്മാർ ഉപയോഗിക്കും എന്ന് തുടങ്ങിയ സമയത്താണ് നമ്മൾ ഇതൊക്കെ വിട്ടുപോയത്. ഞാൻ സത്യം പറയാൻ ചേച്ചിയോട്, ഞാൻ ഇപ്പോഴും ഡേറ്റിംഗ് ചെയ്ത് ജീവിക്കുന്നു. ഇവൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് ഈ റാസൽ കൈമിൽ വന്നിട്ട് എത്ര മാർക്കാണ് കിടന്നു കൊടുത്തിട്ടുള്ളത് ചേച്ചിക്ക് അറിയോ? എന്റെ എത്ര ഫ്രണ്ട്സ്, അതായത് നമ്മൾ ഇവരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണ്, ഈ മേഖലയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവൾ ശരീരം വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ സ്വർണ്ണം കടത്തുന്ന എങ്ങനെ വരും? കോണ്ടത്തിനുള്ളിൽ സ്വർണ്ണം കയറ്റി നിറച്ചിട്ട് ഒന്നിൽ സാധനത്തിനുള്ളിൽ കയറ്റി വെക്കും, എന്നിട്ട് ഒരു പാഡിൽ ചോന്ന കളർ ഒഴിച്ച് പൊട്ടിച്ച് ഷട്ടിൽ ഒട്ടിച്ച് വിടും. ഇത് സ്ഥിരം ഇവിടെ നടക്കുന്ന പരിപാടികളാണ്. പിന്നെ അതല്ല, ഇവന്മാർക്ക് ജീൻസ് ഉണ്ട്, ജീൻസിന്റെ പല ഭാഗങ്ങളും സ്വർണ്ണമായിരിക്കും. ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് നമുക്ക് അനുഭവമുള്ള, പിന്നെ ഇതുപോലെ കുറെ കാരിയേഴ്സ് ഉണ്ട്, സ്ഥിരം പോയി വരുന്ന കാരിയേഴ്സ്. അവരുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അടക്കം ഞാൻ വേണമെങ്കിൽ ചേച്ചിക്ക് അയച്ചു തരാം. ചേച്ചി എപ്പോഴെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു മറുപടി തന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവില്ല. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വന്ന് പണ്ടേ പറഞ്ഞത്. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എനിക്കറിയില്ല ചേച്ചിയാണോ അനിയത്തിയാണോ പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, എന്റെ മക്കൾക്ക് നല്ല നിലയിൽ പഠിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയൊക്കെ ആയിട്ട് അവർ 2-3 പേര് ദുബായിലുണ്ട്, 2 പേര് നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ആരോടെ പറയാം? നമ്മളത് മനസ്സിലാക്കുന്ന ഒരാളോടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളൊരു കാമുകനെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ കാണുന്ന ആളുകൾ കൂടെ ഇല്ല. ഞാനൊരു കല്യാണം കഴിച്ചത് ഫ്ലോപ്പായി. അതിന് പിന്നെ ഞാൻ പുരുഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങനെയോ ചേച്ചിയെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് എനിക്ക് തന്നെ ഭ്രാന്തായി തുടങ്ങി. എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയാവാൻ കഴിയുന്നില്ല എന്തോ എനിക്കറിയില്ല. എന്തൊക്കെയാണല്ലോ ഈ ഡാൻസ് ബാർ എന്ന് പറയുന്നതും സ്പാ എന്ന് പറയുന്നതൊക്കെ വെറും പെൺവാണിപ്പവും സ്വർണ്ണക്കടത്തും അതുപോലുള്ള മറ്റേ ഡ്രഗ്സ് മാഫിയയിൽ മാത്രമാണ്. ഇവന്മാരുടെ കുറേ ഡീറ്റെയിൽസ് ഞാൻ സംഘടിപ്പിച്ച് ചേച്ചിക്ക് തരാം. എനിക്കൊന്നും സമയം തന്നാൽ മതി. എന്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. ആ ഫോൺ നഷ്ടപ്പെട്ടത്, അതായത് ഞാൻ ഈ മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് മാറേണ്ടി വന്ന ഒരു അവസ്ഥയിൽ ഇതൊക്കെ കളഞ്ഞിട്ട് വേണ്ടി, അല്ലെങ്കിൽ ഞാൻ കുറേ നമ്പേഴ്സ് ചേച്ചിക്ക് തരുമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ വീണ്ടും തരാം. ഇതിന്റെ മെയിൻ ആളുകൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തും ഡ്രഗ് മാഫിയയും തന്നെയാണ്. അവരുടെ മെയിൻ ആവശ്യം അതാണ്. പിന്നെ ശരീര വിൽപ്പന, അതായത് വേശ്യാവൃത്തി. എന്റെ 2 സുഹൃത്തുക്കൾ കട്ടായം ഇവളടുത്ത് പോയിട്ടുള്ളവരാണ്. അവരുടെ ഒന്നും ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. കാര്യം അവന്മാര് ഇവളുടെ ഇതും ഭ്രമവും കണ്ടിട്ട് മറ്റേ എന്തോ സെലിബ്രിറ്റി എന്നുള്ള തേങ്ങ, പിന്നെ ഇവളെ വയറും കണ്ടിട്ട് പോയവന്മാരാണ്. അവന്മാര് പറയുന്നത് ഇവള് തുണി അഴിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വയറ് മാത്രമേ ഉള്ളൂ, 2 അസ്ഥികൂടം പോലത്തെ കാലുണ്ട്. ഞങ്ങൾ തന്നെ ആകെപ്പാടെ അന്തം വിട്ടു പോയിന്ന്. ഞാൻ എന്നിട്ട് ഇവന്മാരെ കളിയാക്കിയിട്ട് നിനക്കൊക്കെ നാണമില്ല, നീയൊക്കെ അതായത് അത്രയും ഞങ്ങള് ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ഇവളെങ്ങനെ ഇവിടെ വന്നു എന്നിട്ട് ഞാൻ ഇവളെങ്ങനെ ഇവിടെ വന്നു, ഇവൾ അത്രമാത്രം ക്യാഷ് കൊടുത്തിട്ട് അത്രയും സ്പെഷ്യൽ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ആ പാപ്പിലോണിന്റെ അവന്മാർ ഇവളെ ഇവിടെ ഇറക്കിയേക്കുന്നത്. കാര്യം അവന്മാർ ഓൾറെഡി 20 വരെ ഇവിടെ നോമ്പ് പെരുന്നാൾ വരുന്നു. അതുവരെ ഒരു കാര്യങ്ങളും ഇവന്മാർക്ക് നടക്കത്തില്ല കേട്ടോ. അതുവരെ ഇവന്മാർക്ക് ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പിന്നെ ഇവന്മാര് അത്രയും ക്യാഷ് ഇറക്കിയിട്ടാണ് ഇവളിവിടെ ഇറക്കിയേക്കണത്. ഒരു ഡേയ്സിന് ഇവക്ക് 15,000 20,000 വാങ്ങിച്ചിട്ടാണ് ഇവന്മാർ ഇവിടെ ഇറക്കിയേക്കണത്. ബഹറിലും സെയിം തന്നെയാണ്. സത്യമാണ് ചേച്ചി, ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ. ഇതുപോലുള്ള 4 സ്ത്രീകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഈ രേണുസുധീനെ ഇവിടെ കൊണ്ടുവരുന്നത് മൊത്തം ഈ ഒരൊറ്റ കാര്യത്തിനാണ്. ഡ്രഗ് ബിസിനസ്സും ഗോൾഡ് ബിസിനസ്സും പിന്നെ പെൺവാണിപ്പും. ഇവിടെ ശരീരം വിറ്റിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് പറഞ്ഞേക്കുന്നത്. അവന്മാരും 3 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടാണ് അവളെ ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവന്മാരിവിടെ കിടന്ന് ഇവളെ ഓരോ രാത്രി ഓരോരുത്തന്മാർക്കല്ല, മണിക്കൂറാണ് ഇവളെ കാശ്. ഈ മണിക്കൂർ വെച്ചിട്ടാണ് ഇവളെ വിൽക്കണത്. ഇവള് ഈ കിടന്ന് നാടകം കാണിക്കുന്നുണ്ട്, ഇവളെ മുലയും മറ്റേ സാധനമൊക്കെ. ഇതൊന്നും അല്ല ഇവിടെ നടക്കണത്. അത്ര സങ്കടപ്പെട്ടിട്ട് പറയാണ് ഈ സ്ത്രീ ഈ ലോകത്തിന് നാശമാണ് ഈ സ്ത്രീ. അല്ലെങ്കിൽ ഇവള് മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ പറയുന്ന പരിപാടിയൊക്കെ തന്നെയാണ് നമ്മളും എടുക്കുന്നത്.
ഞാനൊരു ഗതികേട് കൊണ്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാരും നമ്മളെന്ന് മുഖമൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ ചേച്ചി. സഹികെട്ട് പറഞ്ഞോവാണ് ഇതുപോലൊരു കാര്യം. എനിക്ക് മക്കളുണ്ട്. നമ്മളെ മക്കളെ മുമ്പിൽ നമ്മൾ നാണം കെടാനോ അല്ലെങ്കിൽ നമ്മളെ മക്കളെ താഴ്ത്തിക്കെടാനോ ഗതികേട് കൊണ്ടാണ് ഞാൻ സത്യം തുറന്നു പറയണത്. അത്രയും സത്യം നിങ്ങളെ മുമ്പിലൊക്കെ എനിക്ക് പറയാന്ന് പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് പറയണത്. ഇവരൊക്കെ കൊണ്ടുവരുന്ന അതായത് സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരിക, അവരെ മാക്സിമം ശരീരം വിൽക്കുക, പിന്നെ അവരെ കൊണ്ട് ശരീരം വിൽക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളടുത്തേക്കാണല്ലോ ഇവരൊക്കെ വരുന്നത്. ഈ വിഡ്ഢികൾ ഇതൊന്നും തിരിച്ചറിയുന്നില്ല. നമ്മളാരും ഇതൊന്നും പറയില്ല. നമ്മളിതൊക്കെ അറിയുന്നവരാണ്. പിന്നെ പല ആൾക്കാരും തിരിച്ചറിയുന്നില്ല ഇവർ ഈ നാട്ടിൽ പോയിട്ട് പറയുന്ന നുണകള്. പക്ഷെ ഒരുപാട് പേര് ഈ മറ്റേ രേണു തങ്കച്ചനെ പോലെയല്ല, ആരും ഇതൊന്നും പറയത്തില്ല. ഇവള് മാത്രമാണ് കിടന്നിട്ട് ഈ പിടയ്ക്കും ഈ മാതിരി തോന്നിയാസങ്ങൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇവളെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കണമെന്ന് എനിക്ക് തോന്നി. ഫോട്ടോസുകൾ ഞാൻ കിട്ടുമെന്ന് ഞാൻ ശ്രമിക്കുന്നുണ്ട് ചേച്ചി. മാക്സിമം കുറെ ഫോട്ടോസുകളെങ്കിലും കിട്ടിയാൽ. പിന്നെ ഇവള് നല്ല സിഗരറ്റ് വലിയ കേട്ടോ, ഒടുക്കത്തെ സിഗരറ്റ് വലിയ ഇവള് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കുറെ സിഗരറ്റ് വലിച്ച് തള്ളി ആശ്രയിൽ ഇട്ടത് ഞാൻ കണ്ടതാ. ഇവളുടെ അടുത്തേക്കൊന്നും നമ്മളെ അടുപ്പിക്കത്തില്ലായിരുന്നു. അതായിരുന്നു നമുക്കൊക്കെ പറ്റിയ ഫോൾട്ട്. ഇവള് വന്ന് അവിടെ ഇരുന്നപ്പോ ഇവക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ റൂമും ഇവളുടെ കാര്യങ്ങളെല്ലാം അവർ സ്പെഷ്യലായിട്ടും ഇവള് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് മാക്സിമം തടയാവുന്നതും അവന്മാര് ശ്രമിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പോയ ഫ്രണ്ട്സിനോട് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇവളുടെ എന്തെങ്കിലും വീഡിയോസോ ഇവളുടെ കൂടെ ഷെയർ. അപ്പൊ അവര് പറയുന്നുണ്ട് അവർക്ക് ഫാമിലിയും കാര്യങ്ങളുള്ളതാണ്. പക്ഷെ ഞാൻ എടുത്തു തരാം, എന്തെങ്കിലും ഞാൻ തരാം. എന്റെ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ച പരമാർത്ഥാണ് ചേച്ചി, കള്ളത്തരമല്ല. ദൈവത്തിനാണ് ഞാൻ പെറ്റ മക്കളാണ് സത്യം. ഇതൊന്നും കള്ളമല്ല. ഇവിടെ വരുന്നത് ഡ്രഗ് മാഫിയയും ഗോൾഡ് മാഫിയയുടെയും ഒക്കെ കൂടെ തന്നെയാണ്. പിന്നെ പോരെങ്കിൽ ശരീരം വെക്കാൻ ഇവൾ അവിടെ നിന്ന് പറയുന്നതുണ്ട്. ആ വോയിസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ 15 ദിവസം ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ എന്ന്. 15 ദിവസം ഇവളെ ബുക്ക് ചെയ്ത്, അതായത് ഇവളെ കളിക്കാൻ കിട്ടിയാൽ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. എല്ലാണ്ടൊന്നും ഇവിടെ വരത്തില്ല. അത് ഓൾറെഡി ഇവിടെ ഫിക്സഡ് ആണ്. ഇനിയിപ്പോ ചേച്ചി നോക്കിക്കോ, ഇപ്പൊ അവൾ അവിടുത്തെ കൂന്തളിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഗൾഫിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സെറ്റിലായി ഇവിടെ കിടന്ന് കൂന്തളിപ്പ് കാണിക്കാന്നുള്ളതാണ് ഇവളുടെ കാര്യം. നാട്ടിൽ ഇനി ഒരു കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല. സത്യം പറഞ്ഞ ഇത്രയും പ്രശ്നമായതുകൊണ്ടാ. അല്ലെങ്കിൽ ഇവള് ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ എല്ലാരും പബ്ലിക്കായി ഇത് മൊത്തം വൈറലായതുകൊണ്ട് ആരും ഒന്നും തരത്തില്ല, ആരും പേടിച്ചിട്ട്. അതാണ് വാസ്തവം. നമ്മളിവിടെ ഫസ്റ്റ് ദുബായിൽ വന്നപ്പോഴും പാപ്പിലോണിൽ വന്നപ്പോഴും സെക്കൻഡ് താമരയാണ് ചെമ്പരത്തിൽ വന്നപ്പോഴും നമുക്ക് മനസ്സിലായി നമുക്കെന്നല്ല ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് പച്ചപ്പരമാർത്ഥങ്ങള്. ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ചേച്ചി ധൈര്യമായിട്ട് എന്റെ ഈ വോയിസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. എന്താണെന്നറിയോ, ഇപ്പോൾ ഇവിടെ വരുന്നത് സ്വർണ്ണക്കടത്തിനും മറ്റേ ഡ്രഗ് മാഫിയ. ഇവള് നല്ല ഒന്നാന്തര സിഗരറ്റ് വലിക്കാരി, ഡ്രഗ് അഡിക്റ്റുമാണ്, ഡ്രഗും വലിക്കുന്നുണ്ട്. ഇവള് ആണുങ്ങളെ മൊത്തം ഓൾറെഡി ക്യാച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് ഓരോ നൈറ്റിന് ഇത്ര രൂപയാണെന്ന് പറഞ്ഞിട്ട് വില പേശിയിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവക്കുള്ള പൈസ ഓൾറെഡി അവന്മാര് കൊടുത്തിട്ടുണ്ടാവും. ഏത് ഷോപ്പിലാണ് ഈ 10-12 ദിവസം ഇവിടെ മറ്റേ പ്രൊമോഷനോ തേങ്ങ നടക്കുന്നത്? ആര് നടത്തും? ചേച്ചിക്ക് എന്താ? ചേച്ചി ഈ വോയിസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോ, അതോടെ അവർക്ക് മനസ്സിലാവും ആരാണ് ഇത് ചെയ്തതെന്നുള്ളത്. അവളുടെ ഓലക്കയുടെ പ്രൊമോഷൻ മയിലാണ്. എനിക്ക് ചേരിപ്പൂരി അടിക്കാണ് തോന്നുന്നത്. നായിന്റെ മോളെ ചേരിപ്പൂരി അടിക്കാൻ വേറെ ഒന്നല്ല അവളെ പ്രൊമോഷൻ. ഇവിടെ എന്ത് പ്രൊമോഷൻ? ഇവിടെ മലന്ന് കിടന്ന് കൊടുത്തിട്ട് കാശുണ്ടാക്കിട്ട് പോയതോ? അതാണോ അവളെ പ്രൊമോഷൻ? നായിന്റെ മോള്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്ര ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുള്ളിക്കാരത്തി പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അപ്പാടെ തള്ളിക്കളയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈ പറയുന്ന ഷെഫീന ബീവി പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു വോയിസിന്റെ ഉടമയെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് തരില്ല. എന്നാൽ പോലും പോലീസുകാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒറിജിനൽ വോയിസ് കൊടുക്കാം, ആളിനെ മനസ്സിലാക്കി കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, നമ്മളെടുത്ത് ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് എന്താണെങ്കിലും പട്ടിയുടെ മുന്നിൽ എല്ലും കഷ്ണം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുന്ന കണക്ക് നമ്മൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കൈ ഒഴിയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്തായാലും സത്യങ്ങൾ പുറത്തു വരട്ടെ. അങ്ങനെ ഒരു കാര്യം ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് 100% തെറ്റ് തന്നെയാണ്. തെറ്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ശരിക്കും രേണു സുധിയുടെ എന്താ പറയുക സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സബ്സ്ക്രിപ്ഷൻ മെമ്പർഷിപ്പ് ഇതിനൊക്കെ
വിപരീതമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും ഞാൻ അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുകയില്ല. നമ്മുടെ നാട് ആകെപ്പാടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറെ മദ്യം, മയക്കുമരുന്ന്, ലഹരി, അങ്ങനെ 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 പല കാര്യങ്ങൾ കൊണ്ട് നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഓരോരോ അപരാധങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ച് ചെറിയ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് അവരുടെ കൂടി ഭാവി തൊലച്ച് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറച്ച് അധികം പടു സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ പോലും പല യൂട്യൂബേഴ്സും ഈ ഒരു സ്ത്രീയെ മാത്രം ലക്ഷ്യം വെച്ച് മെമ്പർഷിപ്പ് ലൈവിനെ പറ്റിയിട്ടും ഒരുപാട് പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഈ ഒരു സ്ത്രീയുടെ സബ്സ്ക്രിപ്ഷനെ മാത്രം വെച്ചിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എനിക്കതിൽ നല്ല വിരോധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളെ കുറിച്ച് കൂടി പറയണം. അത് പറയാണ്ട് അങ്ങനോട് ഇങ്ങനോട് മറ്റുള്ളവരെ പറഞ്ഞു എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പിന്നീട് പറയുന്ന തെറി മുഴുവൻ ഈ ഒരു സ്ത്രീയെയാണ്. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് എതിർപ്പുള്ളത്. അതായത് ഈ ഒരു പെണ്ണുപിള്ള വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുകയല്ല. നമ്മൾ ഒരാളെ എതിർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് ഒരാളെ എതിർക്കുകയാണെങ്കിൽ അതുപോലെയുള്ള എല്ലാ എണ്ണത്തിനെയും എതിർക്കണം. അല്ലാണ്ട് ഒരാളെ മാത്രം വേർതിരിച്ചെടുത്തിട്ട് മാറ്റി നിന്ന് തെറി വിളിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നിമിഷ ബിജു ആയാലും പമ്പയായാലും. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ ഒരു തീട്ട കേസിന്റെ പേരിൽ എന്ത് പറഞ്ഞിട്ട് എന്താ അല്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും